ശ്രീ പി ആർ ശിവശങ്കർ, ഇതാണ് ഡോക്ടർ ആരിഫ് ഹുസൈൻ പറഞ്ഞു വെക്കുന്ന കാര്യം. ഇത് ആരാണ് മുസ്ലിം സമൂഹത്തെ ബോധ്യപ്പെടുത്തുക? ഈ നടക്കുന്നത് ജിഹാദാണെന്നും ഇത് മതഭീകരതയാണ് പോപ്പുലർ ഫ്രണ്ടും SDPIയും പോലുള്ള സംഘടനകൾ പ്രചരിപ്പിക്കുന്നത് എന്ന് ആരാണ് അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നതാണ് പ്രശ്നം. ഈ പറഞ്ഞു കൊടുക്കേണ്ടവർ ഇത് മതത്തിൻ്റെ കണ്ണിൽ കാണുകയും ഇത് ന്യൂനപക്ഷത്തിനെതിരായ ഒരു ആക്രമണമാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അത്തരത്തിൽ തെറ്റിദ്ധാരണ പരത്തിക്കൊണ്ട് സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി നിലകൊള്ളുന്നു. ഇന്ന് ഈ ചർച്ചയിൽ നോക്കൂ, ഈ ചർച്ചയിൽ നമ്മൾ CPMൻ്റെ ആളുകളെ ബന്ധപ്പെട്ടു, കോൺഗ്രസിൻ്റെ ആളുകളെ ബന്ധപ്പെട്ടു. പക്ഷേ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ അവർക്ക് താല്പര്യമില്ല. കാരണം അവർക്ക് ഈ സത്യത്തിനൊപ്പം നിൽക്കാൻ അവർക്ക് ഒരു തരത്തിലും കഴിയില്ല. അവർക്ക് പറയേണ്ടത് ഒരു പ്രത്യേക വിഭാഗത്തെ പ്രീണിപ്പിച്ചുകൊണ്ട് മാത്രമേ അവർക്ക് സംസാരിക്കാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ ഇത് രാജ്യവിരുദ്ധമാകും, അത് അങ്ങനെ നിൽക്കാൻ താല്പര്യമില്ല എന്നതുകൊണ്ട് മാത്രമാണ് അവർ ആ ചർച്ചയിൽ പോലും വരാത്തത്. യഥാർത്ഥത്തിൽ പോപ്പുലർ ഫ്രണ്ടിനെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടോ? ഇവിടുത്തെ 140 MLA-മാരും ഇതിൽ പ്രതിസ്ഥാനത്ത് വരികയല്ലേ? രാഷ്ട്രീയ കക്ഷികൾ പ്രതിസ്ഥാനത്ത് വരികയല്ലേ? ഒരു സംശയവുമില്ല. ഈ സംസ്ഥാനത്തെ 140 MLA-മാരും അതുപോലെ തന്നെ ഈ സംസ്ഥാന ഭരണകൂടവും നിരന്തരമായി ഈ തീവ്രവാദ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നുണ്ട്, അവർക്ക് രഹസ്യമായി സഹായം ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്നിട്ട് ഇതൊന്നും ഞങ്ങളല്ലെന്നും ഇത്തരം പ്രവർത്തനങ്ങളെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നില്ല എന്നും ഇവർ നിരന്തരം പറയുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ 3 കാര്യങ്ങൾ എടുക്കാം. നമ്മൾ ആദ്യമായി ഇപ്പോൾ നിലവ പറഞ്ഞ വിഷയത്തിലേക്ക് ഞാൻ വരാം. അതിനു മുൻപ് എൻ്റെ 2 സുഹൃത്തുക്കളും പറഞ്ഞത് ഇവർ ആയുധ പരിശീലനം നടത്തുന്നു, അത്തരത്തിലുള്ള ഒരു രീതി ഇവർക്കുണ്ട്. ഇവർ നടത്തുന്ന ആയുധ പരിശീലനത്തിന്റെ ഒരു തീവ്രത മനസ്സിലാക്കണമെങ്കിൽ മറ്റു രീതിയിൽ മറ്റ് CPM-ഉം അതുപോലുള്ള ആളുകളും കൊല്ലുന്ന കൊലപാതകങ്ങളുടെ രീതിയും അതുപോലെ തന്നെ ഈ അടുത്ത കാലങ്ങളിൽ PDF അല്ലെങ്കിൽ PFI കൊല്ലുന്ന തീവ്ര മതസ്വഭാവമുള്ള സംഘടനകൾ കൊല്ലുന്ന രീതിയും മാത്രം പരിശോധിച്ചാൽ മതി. ഇപ്പൊ നമുക്കറിയാം രഞ്ജിത്ത് ശ്രീനിവാസന്റെ മരണം അല്ലെങ്കിൽ ശ്രീനിവാസ് ഇടവഴി, ആ 2 മരണത്തിലും എത്ര ക്രൂരമായിട്ടാണ് മുഖങ്ങളൊന്നും കാണാൻ പറ്റാത്ത രീതിയിൽ വികൃതമാക്കി നിമിഷ നേരം കൊണ്ട് 1 മിനിറ്റ് പോലും എടുക്കാതെയാണ് കൃത്യമായി കുതികാൽ വെട്ടുകയും പിന്നെ മഴുകൊണ്ട് തല 2ആയി പിളർന്നു പോകുന്ന രീതിയിലുള്ള ആക്രമണമാണ് നടത്തുന്നത്. ഈ ശ്രമമാണ്, ഈ പരിശീലനമാണ് അവർ നടത്തുന്നത്. അതിനുവേണ്ടി നമുക്കറിയാം തെരുവിലൊക്കെ നായ്ക്കളെ വെട്ടി പരിശീലിക്കുന്ന ഒരു വിഭാഗം മലപ്പുറത്തും മറ്റു ഭാഗങ്ങളിലും ഉണ്ടായിരുന്നു. ഇവിടെ പശുവിനെയും അതുപോലെ തന്നെ മറ്റുള്ള മൃഗങ്ങളെയും കൊന്ന് ഒരു രക്തത്തിനോടും അത്തരത്തിലുള്ള കൊലകളോടുമുള്ള ഇത് അറപ്പ് മാറ്റിച്ചെടുക്കുന്നു. ഇത്തരത്തിൽ തീവ്രമായി തങ്ങളുടെ ഇരകൾക്ക് രക്ഷപ്പെടുവാൻ ഒരു സാധ്യതയുമില്ലാത്ത വിധം ആക്രമിക്കുകയും അവരെ ഭീവത്സമാമിതം, അത് കാണുന്നവർക്ക് നാളെ ഭയമുണ്ടാകുന്ന രീതിയിൽ അവരെ കൊല്ലുന്ന ഒരു രീതിയും ഇവർ നടപ്പിലാക്കുന്നു. ഇത് 56 വെട്ടുവെട്ടുന്ന മാനസികാവസ്ഥയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണെന്ന് എന്നെ കേൾക്കുന്നവർക്ക് മനസ്സിലാവും. ഇതാണ് ഒരു രീതി. 2, ഇവിടെ ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ച, ഇപ്പോൾ ശ്രീ നീലിമ സൂചിപ്പിച്ച കാര്യം, ആ കാര്യത്തിലേക്ക് കടക്കുകയാണെങ്കിൽ നമുക്കറിയാം വർഷങ്ങളായിട്ട് ഇവിടെ ഈ തരത്തില് സംസ്ഥാനത്ത് ഈ MLA-മാരും അതുപോലെ തന്നെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ഇതിനെ പിന്തുണയ്ക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ഏതാണ്ട് 2022 ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു. ഈ കേരളത്തിൽ നിന്നും ഇത്തരം ലവ് ജിഹാദിനും അതുപോലെ തന്നെ നേരത്തെ പാലാ ബിഷപ്പ് പറഞ്ഞതുപോലെയുള്ള ലവ് ജിഹാദിനും അതുപോലെ തന്നെ നാർക്കോട്ടിക് ജിഹാദിനും അതുപോലെ തന്നെ ലാൻഡ് ജിഹാദ്, ഇത്തരത്തിലുള്ള പല ജിഹാദുകളുടെ പേര് പറഞ്ഞിരുന്നു. അതിലൊന്നും മതപരമായ ഒരു കണക്കുകൾ അദ്ദേഹം സൂചിപ്പിച്ചു. സംസ്ഥാനത്തെ മുഖ്യമന്ത്രി തന്നെയാണ് മതപരമായ കണക്കുകൾ അതിൽ കൊണ്ടുവന്നത്. ഇത്തരത്തിൽ ക്രിമിനൽ ആക്ടിവിറ്റീസ്, നാർക്കോട്ടിക് ക്രിമിനൽ ആക്ടിവിറ്റീസിൽ പങ്കെടുത്ത ആളുകളുടെ ടോട്ടൽ കണക്ക് പറഞ്ഞിട്ട്, അന്ന് കണക്കൊക്കെ സംസ്ഥാനത്ത് ഇന്ന് നെറ്റിലുണ്ട്, ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ആ ചർച്ച അല്ലാത്തതുകൊണ്ട്. അതിൽ ഏതാണ്ട് നാർക്കോട്ടിക് വിഭാഗത്തിൽ കണക്കെടുത്ത പോലെ 40% ഹിന്ദുക്കളും അതുപോലെ തന്നെ 35% സംസ്ഥാനത്തെ മുസ്ലിം വിഭാഗവും 12% മാത്രമാണ് ക്രിസ്ത്യൻ വിഭാഗവും എന്ന കണക്കാണ് പറഞ്ഞത്. അപ്പൊ നോക്കൂ, 50% ഹിന്ദു സമുദായത്തിന് 40% കുറ്റവാളി വരുന്നുവെങ്കിൽ അതിന്റെ ഏതാണ്ട് 25-26% ഉള്ളിടത്ത് 40% കുറ്റവാളികൾ മറ്റൊരു വിഭാഗത്തിൽ നിന്ന് വരുന്നു. 15-12% ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് വെറും 9% വരുന്നുള്ളൂ എന്ന കണക്ക് അദ്ദേഹം പറഞ്ഞിട്ട് അദ്ദേഹം ഒരു കാര്യവും കൂടെ പറഞ്ഞു. ഇത്തരത്തിലുള്ള പള്ളികളിൽ, മുസ്ലിം പള്ളികളിൽ
ഈ കുറ്റവാളികളെ കറക്റ്റ് ചെയ്യുവാനുള്ള കേന്ദ്രങ്ങളായി മാറുന്നതിൽ തടയുവാനായിട്ട് ഡി അഡിക്ഷൻ സെന്ററുകൾ മഹല്ലകളിൽ അല്ലെങ്കിൽ മോസ്കുകളിൽ നടത്തുന്നു എന്ന് പറഞ്ഞപ്പോൾ ചർച്ചയിൽ ഞങ്ങൾക്ക് ചോദിക്കേണ്ടി വന്നു, എന്തുകൊണ്ടാണ് അത് ഹിന്ദുക്കളുടെ അമ്പലത്തിലും അതുപോലെ തന്നെ ചർച്ചിലും നിങ്ങൾ നടത്താത്തത് എന്ന് ചോദിച്ചപ്പോൾ അത് തെറ്റായിപ്പോയി എന്ന് മനസ്സിലാക്കി പിന്നെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി അത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തിയില്ല. അതായത് ക്രിമിനൽ ആക്ടിവിറ്റീസിൽ മതവും ജാതിയും കണക്കാക്കി അദ്ദേഹം നടത്തിയ പ്രസ്താവനയെ അതിൽ തന്നെയുള്ള കള്ളക്കളികൾ പുറത്തായപ്പോൾ അദ്ദേഹത്തിന് നിർത്തേണ്ടി വന്നു. അപ്പൊ മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ സംസ്ഥാനത്തെ ഒരു വിഭാഗത്തെ മുഴുവൻ കുറ്റവാളിയാക്കുന്നത്. എന്തുകൊണ്ടാണ് ISIS ആക്ടിവിറ്റിയിലേക്ക് പോയത് മുഴുവൻ ഒരൊറ്റ മതവിഭാഗമായത്? 3 പേര് മാത്രമല്ലേ ഒരു മറ്റു മതങ്ങളിൽ നിന്നുള്ളൂ? തമ്മനത്ത് നിന്ന്, എറണാകുളത്തെ തമ്മനത്ത് നിന്ന് പോയ 2 ഫാമിലിയും പിന്നെ ഒരാൾ, 3 പേര് മാത്രമാണ്. 100 120 പേര് പോയിട്ട് ഒരു ചെറിയ ആരിഫിന് കണക്കിന് തെറ്റുണ്ടെങ്കിൽ പറയട്ടെ, ഞാൻ പെട്ടെന്ന് മനസ്സിൽ നിർത്താണ്. 3 പേര് മാത്രമാണ് മറ്റ് മതവിഭാഗത്തിൽ നിന്ന് പോയതെന്ന് പറയുന്നു. അപ്പോൾ ഒരു മതവിഭാഗത്തെ മാത്രം തീവ്രമായി മറ്റു മതങ്ങൾക്കെതിരായും അല്ലെങ്കിൽ നേരത്തെ ആരിഫ് പറഞ്ഞതുപോലെ തങ്ങൾ വിശ്വസിക്കുന്ന മതങ്ങൾക്ക് എതിരായി ആരെങ്കിലും ചിന്തിച്ചാൽ അവരെ കൊല്ലേണ്ടവരാണെന്നും അവരെ ജീവിക്കാൻ അനുവദിക്കരുത് എന്നുമുള്ള മതപഠനങ്ങൾ നടത്തുന്ന പാഠശാലകളെയാണ് നിയന്ത്രിക്കേണ്ടത് എന്ന് ഒരു ജനാധിപത്യ വിശ്വാസി പറഞ്ഞാൽ എന്തുകൊണ്ടാണ് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഈ 150 MLA-മാർ ഇത് അംഗീകരിക്കാത്തത്? ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഇപ്പോ ആലുവയിലെ പെരിയാർ വാലി പറഞ്ഞു, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള തീവ്രവാദ കേന്ദ്രമായി മാറുകയാണ് ഈരാറ്റുപേട്ട. ഈരാറ്റുപേട്ടയിൽ ഇപ്പോൾ നമുക്കറിയാം പല പല സംഭവങ്ങളും. ഈരാറ്റുപേട്ടയിൽ എത്രയേറെ ക്രിമിനൽ പ്രതികൾ ഇപ്പൊ ഈ അടുത്ത് ഗുജറാത്തിൽ നിന്ന് വന്നിട്ട് ഈരാറ്റുപേട്ടയിൽ തങ്ങൾ പറയുന്നതിന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നില്ല അവിടുത്തെ 2 ക്രിമിനൽസിനെ. മുണ്ടക്കയത്തെ ഹോട്ടലിലായിരുന്നു പാലക്കാട് ശ്രീനിവാസ കേസിൽ 1-ാം പ്രതി ജോലി ചെയ്തിരുന്നത്. തടിയന്റെ ഇവിടെ നസീറും ഈരാറ്റുപേട്ടയിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. അപ്പോ ഈ ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങളായി ഈ വിഭാഗങ്ങൾ ഒരു ഏരിയ മാറ്റുന്നു, അവിടെ തീവ്രവാദ പ്രവർത്തനം നടത്തുന്നു. അവിടെ ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് അവിടെയുള്ള വാഗച്ചൂട്, വാഗമൺ പോലുള്ള സ്ഥലങ്ങളിൽ സംസ്ഥാനത്തെ പോലീസിന് പോലും കയറി വരാൻ പറ്റുന്നില്ല. അവിടുത്തെ പ്രകൃതി രമണീയമായ സ്ഥലത്ത് വലിയ രീതിയിൽ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള കൺസ്ട്രക്ഷൻ നടക്കുന്നു. അവിടെ നിന്നും ഏട്ടപ്പെടാൻ പറ്റുന്നില്ല, ഒരു രീതിയിലുള്ള പ്രവർത്തനം നടത്താൻ പറ്റുന്നില്ല എന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നു. അതുപോലെ തന്നെയാണ് ഇപ്പോൾ സ്ഥിരമായിട്ട് ആരിഫും ഞങ്ങളൊക്കെ പറയാനുള്ളതാണ് ജസ്നയുടെ തിരോധനം. അത് എത്രത്തോളം തീവ്രമായത് എന്തുകൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല? ആ കുട്ടിയുടെ ഒരു ദിവസം ഒരു അപ്രത്യക്ഷമായതിനു ശേഷം പല പോലീസ് ഓഫീസേഴ്സും രഹസ്യമായി സന്ദർശിച്ചിട്ടുണ്ട്. അവർ ഈ കേരളത്തിൽ കുറെ നാൾ ഉണ്ടായിരുന്നുവെന്നും പക്ഷെ ഞങ്ങൾക്കൊന്നും കടന്നു ചെല്ലാൻ പറ്റാത്ത വിധം അത്രയേറെ രഹസ്യവും അത്രയേറെ ഭീകരവുമായ സ്ഥലത്താണ് അവരുള്ളതെന്നും. അതായത് ശ്രീ PR ശിവശങ്കർ ഒരു ഘട്ടത്തിൽ ആ കേസ് അന്വേഷിച്ച ടോമിൻ തച്ചങ്കരി പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. 1-2 ദിവസത്തിനുള്ളിൽ ഇതിന്റെ യഥാർത്ഥ സംഭവം വെളിപ്പെടുത്താമെന്ന് ജസ്ന തിരോധാന കേസിൽ. പക്ഷേ അദ്ദേഹത്തിന് അത് തുറന്നു പറയാൻ കഴിഞ്ഞില്ലല്ലോ. ടോമിൻ തച്ചങ്കരി ഉദ്ദേശിച്ചത് എന്താണെന്ന് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങളിൽ നിന്നൊക്കെ അനൗദ്യോഗികമായി അറിയാൻ കഴിഞ്ഞിരുന്നു. പക്ഷേ അത് ഔദ്യോഗികമായി പറയാൻ എന്താണ് തടസ്സം എന്നുള്ളത് ഈ ഒരു നെക്സസ് ആലോചിക്കുമ്പോൾ നമുക്ക് വളരെ കൃത്യമാണ്. അതെ, ഞാൻ ഒരു കാര്യം പറയാം. അതുപോലെ തന്നെ അത് അത്രയധികം ഒരു വലിയ മീഡിയ അറ്റൻഷൻ കിട്ടാത്ത മറ്റൊരു കുമരകത്തുനിന്ന് അറുപുഴ എന്നൊരു സ്ഥലത്ത് നിന്ന് 2 ദമ്പതികൾ മിസ്സിംഗ് ആയിട്ടുണ്ട്. അവരെ കുറിച്ചും യാതൊരു വിവരവുമില്ല. ഒരു വിവരവുമില്ല. ഇതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് പോലീസിന് ഒരു എത്തിപ്പിടുതിയും കിട്ടുന്നില്ല. ഇപ്പൊ നേരത്തെ ഒരു മൗലവിയുടെ മരണത്തെക്കുറിച്ച് പോലീസ് എനിക്ക് തോന്നുന്നത് ആ പ്രദേശത്തുള്ള മുഴുവൻ ഭൂമി കുഴിച്ചിട്ടും ഒരു അസ്ഥികഷ്ണം പോലും കിട്ടാത്ത തരത്തിലുള്ള ശാസ്ത്രീയമായ കൊലപാതകം നടത്തിയ ആളുകളുമുണ്ട് ഇതിൽ. എത്രയോ വർഷം മുമ്പാണെന്ന് ആലോചിക്കണം. ചേകന്നൂർ മൗലവി തിരോധാന കേസൊക്കെ വരുന്നത് എത്രയോ വർഷം മുൻപാണ്. എന്നിട്ട് പോലും അതെ, ഞാൻ പറയാൻ കാരണം ഇതിലെല്ലാം ഒരു പ്രത്യേക ഒരു തീവ്ര വിഭാഗത്തിന്റെ DNA അംശം ഇതിലെല്ലാം ഉണ്ട്. ഇപ്പോ നേരത്തെ ഒരു കൈവെട്ട് കേസിലെ പ്രതികളുടെ DNA, അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ സൂക്ഷിച്ചോളൂ, അവിലും മലരും കുന്തിരിക്കവും സൂക്ഷിച്ചോളൂ എന്ന് ഒരു കൊച്ചു കുട്ടിയെ കൊണ്ട് മുദ്രാവാക്യം വിളിപ്പിച്ച് അതിൽ ആനന്ദം കൊണ്ട അത് ഏറ്റുവിളിച്ചപ്പോൾ മറ്റു മതസ്ഥരുടെ മുഖത്ത് നോക്കി നിങ്ങളെ കൊല്ലും എന്ന് തന്നെയാണ്, ഞങ്ങൾ എതിർത്താൽ കൊല്ലും എന്ന് തന്നെയാണ് ആ സമൂഹവും ആ ജനക്കൂട്ടവും ഭ്രാന്തമായി ഒരു ജനങ്ങളോടുള്ള ഏറ്റവും വെറുപ്പ് കലർന്ന ഒരു ഉന്മാദാവസ്ഥയിൽ വിളിച്ചു പറഞ്ഞതെന്ന് ആ പ്രകടനം കണ്ട ആർക്കും മനസ്സിലാവും. അപ്പൊ
കൊച്ചു കുട്ടികളെ മുതൽ ഇത്രയേറെ തീവ്രമായി ചിന്തിപ്പിക്കുവാനും അതിൽ ഉന്മാദാവസ്ഥ കൊള്ളുവാനുമുള്ള DNA വന്നത് സത്യത്തിൽ ഒരു കാര്യം കൂടി ചരിത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇതിലിപ്പോ മുസ്ലിം ലീഗിന്റെ ചില പ്രവർത്തകർ ഇപ്പൊ ചാനലിലൊക്കെ വന്നിട്ട് ലീഗിന്റെ ലെഗസിയെ കുറിച്ചൊക്കെ പറയാറുണ്ടായിരുന്നു. ലീഗ് ഒരിക്കലും ഇത്തരത്തിൽ പ്രവർത്തനങ്ങളെ മുന്നോട്ട് വെച്ചിട്ടില്ല, അല്ലെങ്കിൽ ലീഗ് വളരെ ജനാധിപത്യപരമായും മതേതരമായും സംസാരിക്കുന്ന കക്ഷിയാണ് എന്നൊക്കെ പറയുമ്പോൾ ലീഗിന്റെ ചരിത്രവും കൂടി നമ്മൾ പഠിക്കണം. ഇവിടെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം കഴിഞ്ഞിട്ട് ആ കാലഘട്ടത്തിൽ ആ രണ്ടാമത്തെ യുദ്ധം കഴിഞ്ഞിട്ട് ബംഗ്ലാദേശിനെ വിമോചിപ്പിച്ചപ്പോൾ തലശ്ശേരിയിലുള്ള RSSും BJP ഒന്നുമല്ല, സാധാരണ CPM പ്രവർത്തകർ വരെ ഡിഫൻസ് ഫണ്ടിലേക്ക് പണം നൽകുവാനായിട്ട് തലശ്ശേരിയുടെ ബസ് സ്റ്റാൻഡിൽ തലശ്ശേരി സർക്കാരിന്റെ മുനിസിപ്പാലിറ്റിയുടെ സ്ഥലം ചോദിച്ചു. അതിന്റെ ഫണ്ട് മുഴുവൻ ഡിഫൻസ് ഫണ്ടിലേക്ക് നൽകാനായിട്ട് ഞങ്ങൾ ഹോട്ടൽ തുടങ്ങുന്നു. ഒരുപാട് പേര് സംഭാവന ചെയ്തു. അവിടുത്തെ വരുമാനം മുഴുവൻ ഡിഫൻസ് ഫണ്ടിലേക്ക് വന്നപ്പോൾ തലശ്ശേരിയിലെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരും മുസ്ലിം ലീഗിന്റെ കൗൺസിലർമാരും അതിനെ എതിർക്കുകയും ശക്തമായി അതിനെ എതിർത്തുകൊണ്ട് ആ പ്രോഗ്രാം വരെ മാറിപ്പോയി. CPMകാരുണ്ടായിരുന്നു അതിനകത്ത്. അങ്ങനെ വന്നിട്ട് അവിടെ നിന്നാണ് ആ ലഹളയുടെ തുടക്കമെന്നും ഇന്ന് വിശ്വസിക്കും. പിന്നെ അതിനുശേഷമുള്ള മുത്തപ്പന്റെ ആ വഴിയിലേക്കുള്ള പ്രകടനവും നൂർജഹാൻ ഹോട്ടലിൽ നിന്നുള്ള കല്ലേറും എല്ലാം അരവിന്ദ് കമ്മിറ്റിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പറയുമ്പോൾ ലീഗും ഒരു കാലത്ത് ഇത്തരത്തിലുള്ള മത തീവ്രവാദ പ്രവർത്തനത്തിലും രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന്റെയും DNA ആ കാലഘട്ടം തൊട്ട് മുസ്ലിം ലീഗിന്റെയും കയ്യിലുണ്ട്. അപ്പോൾ ഒരു വിഭാഗത്ത് മുസ്ലിം ലീഗും അതുപോലെ തന്നെ കാലാകാലങ്ങളായി NDFും PFും PDPയും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയും എല്ലാം ഈ കാലഘട്ടത്തിൽ നിരന്തരമായി ഇന്ത്യ വിരുദ്ധ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ഈ ചരിത്രം പറഞ്ഞത്. അത് ഇപ്പോഴും നടക്കുന്നു. ഓരോരോ പേര് മാറി മാറി വരും. കുറച്ച് നാളായപ്പോൾ ജമാഅത്തെ ഇസ്ലാമി വളരെ പരിശുദ്ധരായി മാറും. കാരണം ചരിത്രത്തിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത് ചരിത്രത്തിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത് ഒന്നും നമ്മൾ ചരിത്രത്തിൽ നിന്ന് പഠിക്കുന്നില്ല എന്നുകൂടിയാണല്ലോ. അപ്പോൾ ഇത്തരം ചരിത്രങ്ങൾ കൂടി മനസ്സിലാക്കിയാലേ ഇവരുടെ യഥാർത്ഥ സ്വഭാവം നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഒരു രൂപരേഖ ഇന്നലെ അതായത് ഇന്ന് മുസ്ലിം ലീഗിന് പറ്റാത്ത കാര്യം ജമാഅത്തെ ഇസ്ലാമിയെ ജനാധിപത്യവൽക്കരിച്ചുകൊണ്ട് അവരെ ഇപ്പോൾ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ അവരെ രാഷ്ട്രീയ പാർട്ടിയാക്കിയിരിക്കുന്നു. അവർ അംഗീകരിച്ചിരിക്കുന്നു. ഇപ്പുറത്ത് PDP അംഗീകരിക്കുന്നു. ഇതാണ് ചരിത്രത്തിൽ നടക്കുന്നത്. SDPയുടെ ഒരു രീതിയും ഇത് തന്നെയാണ്. ഭാവിയിൽ SDPയും ഇത്തരത്തിലുള്ള സഖ്യകക്ഷിയായി മാറും എന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. ഇവരെയെല്ലാം വെളുപ്പിച്ചെടുക്കുന്ന പണിയാണ് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ കേരളത്തിലെ UDFും നടക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇത് ചരിത്രം പഠിക്കുകയും ഇവരെ മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.